തലചായ്ക്കാൻ സുരക്ഷിതമായിട്ടൊരു വീടില്ലാത്ത ദുരിതത്തിലാണ് കാസർഗോഡ് തൃക്കരിപ്പൂർ സ്വദേശി പുഷ്പയും മാനസിക വെല്ലുവിളി നേരിടുന്ന മകനും. കഴിഞ്ഞ 5 വർഷമായി പശുത്തൊഴുത്ത് വീടാക്കി കഴിയുന്ന ഈ ദുരിതം അധികൃതർ കാണണമെന്നാണ് പുഷ്പയുടെ ആവശ്യം. കാസർഗോഡ് തൃക്കരിപ്പൂർ ഈയക്കാട്ടെ UK പുഷ്പയും മാനസിക വെല്ലുവിളി നേരിടുന്ന 17-കാരനായ മകൻ നവീനുമാണ് സഹോദരന്റെ വീടിനോട് ചേർന്നുള്ള പശുത്തൊഴുത്ത് വീടാക്കി കഴിയുന്നത്. 5 വർഷമായി ഇവിടെയാണ് താമസം. അടുക്കളയും കിടപ്പുമുറിയുമെല്ലാം ഈ ഒറ്റമുറി തൊഴുത്തിൽ തന്നെ. എങ്ങനെയാണെന്നറിയില്ല, ഇടിഞ്ഞു പൊളിഞ്ഞു പോകാനായി. എന്നാലും ഇവൻ മാറാത്തോണ്ട് എടുത്താണ് ഇപ്പൊ നിൽക്കുന്നത്. ഇപ്പൊ ഇവനിടെ ആക്കിയിട്ട് അപ്പുറം ഏട്ടൻ്റെ അടുത്ത് നിൽക്കാൻ കഴിയില്ല, അഞ്ഞത്തിൻ്റെ അടുത്ത് നിൽക്കാൻ കഴിയില്ല. ഇവനിടുന്ന് പുറത്ത് എൻ്റെ ഉള്ളിൽ കീയണ്ടേ. അത് പറയുന്നത് ഇപ്പൊ അവര് കാണുന്നിട്ട് പോയ വീടല്ലേ, അവരത് ചെയ്തു തരണ്ടല്ലേ. എനിക്ക് ഇങ്ങനെയാകുമ്പോ അവര് ചെയ്തു തരണ്ടേ. അവരത് വന്നിട്ട് നമ്മ നോക്കാന്ന് പറഞ്ഞിട്ട് പോകുന്നതല്ലാതെ ആരും ഇതുവരെ തിരിഞ്ഞു മറിഞ്ഞ് ഇങ്ങോട്ട് നോക്കിയില്ല. എല്ലാരും ചെയ്തു തരാ പറയുന്നല്ലാതെ എന്നെ അറിയാതെ ആളാരും ഇല്ല. അവര് വന്നിട്ട് അത് എന്നാന്ന് ചോദിച്ചാല് ചെയ്തു തരണ്ടേത്. തകർന്ന ഓടുകൾക്ക് മുകളിൽ ഷീറ്റ് വലിച്ചു കെട്ടിയാണ് നിലവിൽ താമസം. സ്വന്തമായി ശൗചാലയമോ കുടിവെള്ള സൗകര്യമോ ഇല്ലാത്ത ഇവർ സഹോദരന്റെ വീടിനെയാണ് ഇതിനെല്ലാം ആശ്രയിക്കുന്നത്. PMAY പദ്ധതിയിൽ അപേക്ഷിച്ചെങ്കിലും ഫലമുണ്ടായില്ല. സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം നിലവിലെ വീടിന് നമ്പർ ലഭിക്കാത്ത സാഹചര്യമാണ്. തൊഴിലുറപ്പ് ജോലിയിൽ നിന്നും വിധവാ പെൻഷനിൽ നിന്നും ലഭിക്കുന്ന തുക കൊണ്ടാണ് മകനെയും കൊണ്ടുള്ള ജീവിതം തള്ളി നീക്കുന്നത്. ന്യൂസ് മലയാളം, കാസർഗോഡ്.